നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവാറ്റയിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തി കവർച്ച ചെയ്ത കേസിൽ പിടിയിലായ ശേഷം 3 തവണ മൊഴിമാറ്റിയ 13-കാരിയായ ഒന്നാം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കോഴിക്കോട് ഒബ്സർവേഷൻ സെന്ററിലെത്തി സൈക്കോളജിസ്റ്റിന്റെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നിയോഗിക്കുന്ന വിദഗ്ധ മെഡിക്കൽ സംഘത്തിന്റെയും സാന്നിധ്യത്തിലാണ് വിശദ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന കൊല്ലം പരവൂർ കൊച്ചാലമൂട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാരെയാണ് ചെറുമകളായ 13-കാരി കൊട്ടേഷൻ നൽകിയതിനെ തുടർന്ന് കാമുകനും 2 സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയത്. സ്വന്തമായി ഐഫോണും കൊല്ലം സ്വദേശിയായ 2ാം പ്രതിയുമായ കാമുകന് ബൈക്കും വാങ്ങാൻ ലക്ഷ്യമിട്ടാണ് സ്വർണ്ണ കവർച്ചയ്ക്കായി ഉറ്റബന്ധുവായ ശിവൻകുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. എന്നാൽ തന്നോട് ദുരുദ്ദേശത്തോടെ പെരുമാറിയതിലെ പകയാണ് കാരണമെന്നായിരുന്നു 13-കാരിയുടെ ആദ്യ മൊഴി. സംഭവ ദിവസത്തിന്റെ തലേന്ന് സ്വർണം സൂക്ഷിച്ച അലമാര സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി തുറക്കാനുള്ള ശ്രമത്തെ ചെറുത്തതിന്റെ വൈരാഗ്യമാണെന്നും പിന്നീട് മൊഴി മാറ്റി. കാമുകനാണ് കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തതെന്നും അയാൾ നിർബന്ധിച്ചപ്പോഴാണ് വീടിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ കൈമാറിയതെന്നുമാണ് 3ാമത്തെ മൊഴി. അതായത് ഈ കൊലപാതകം നടന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ദിവസത്തിനിടയിൽ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ചോദ്യം ചെയ്യുമ്പോഴും ഓരോ ദിവസം ഓരോ തരത്തിലുള്ള മൊഴിയാണ് ഈ പെൺകുട്ടി രേഖപ്പെടുത്തുന്നത്. അതായത് എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും പഴുത് നോക്കി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മൊഴി മാറ്റി പറയുന്നത്. മറ്റു പ്രതികളിൽ നിന്ന് വ്യക്തത വരുത്തിയ ശേഷമാകും ചോദ്യം ചെയ്യൽ. കുറ്റവാളികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നാളെയാണ് പരിഗണിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി പ്രമാണിച്ച് ജില്ലയിൽ പൊതു അവധിയായതിനാലാണ് ഇന്നലെ പരിഗണിക്കാനിരുന്ന അപേക്ഷ തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. കാമുകനും 2ാം പ്രതിയുമായ പരവൂർ സ്വദേശിയായ +2 വിദ്യാർത്ഥി, സുഹൃത്തുക്കളായ 17 വയസ്സുകാരായ 2 പേർ എന്നിവരെയാണ് വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികളാണെങ്കിലും ഇത്തരത്തിൽ ക്രൈം ചെയ്ത് അല്ലെങ്കിൽ ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിനാലും തന്നെ അവർ വളരെ പെട്ടെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പതർച്ച പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പറയും എന്ന് കരുതിയെടുത്താണ് തെറ്റിപ്പോയിരിക്കുന്നത്. അതായത് ഒരു കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിലല്ല, അതിനപ്പുറം പലതരത്തിലുള്ള മൊഴികൾ മാറ്റി പറഞ്ഞുകൊണ്ട് പോലീസിനെ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ദിവസത്തിനുള്ളിൽ 3 തവണയോളം ഈ 13 വയസ്സുകാരി തന്റെ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നത്. കവർച്ചയുടെയും കൊലപാതകത്തിന്റെയും ആസൂത്രണവും കുറ്റകൃത്യവും നടത്തിയ രീതിയും മുതിർന്നവരെ വെല്ലും വിധമായതിനാൽ പ്രതികൾ പ്രായപൂർത്തിയായില്ലെന്ന പരിഗണന അർഹിക്കുന്നില്ലെന്ന പോലീസ് റിപ്പോർട്ടും ബോർഡിന്റെ പരിഗണനയിലുണ്ട്. കരുവാറ്റയിൽ ഗൃഹനാഥന്റെ കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയ 13 വയസ്സുകാരിയായ കൊച്ചുമകളുടെ മറ്റ് 2 സുഹൃത്തുക്കളെ സാക്ഷിയാക്കാനും പോലീസ് നീക്കം നടത്തിയിട്ടുണ്ട്. കൊലപാതകം നടക്കുന്ന ദിവസം പെൺകുട്ടി ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് കൊല്ലം പരവൂരിലുള്ള കൂട്ടുകാരനെ ഫോണിൽ വിളിച്ച് മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് പറയുന്നത്. ഇത് കേട്ട സുഹൃത്ത് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം പെൺകുട്ടി സഹപാഠിയായ കൂട്ടുകാരിക്ക് അത് സംബന്ധിച്ച് ശബ്ദ സന്ദേശവും അയച്ചിരുന്നു. അയാൾ ചത്തുകിടപ്പുണ്ട് എന്ന തരത്തിലായിരുന്നു സന്ദേശം. അതായത് ആ വാക്കുകളിൽ നിന്ന് തന്നെ സാധാരണ നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ മരിച്ചു എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ അയാൾ ചത്തുകിടപ്പുണ്ട് എന്നാണ് ആ സന്ദേശം. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാകും, ഈ കുട്ടിക്ക് ആ വയോധികനോടുള്ള പകയുടെ ആഴം എത്രത്തോളമാണ് എന്നുള്ളത്. ഒരു തരത്തിലുള്ള മാനസാന്തരവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ധൈര്യവും ആ പെൺകുട്ടിക്ക് ആ വയോധികനോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത്. ഈ മറ്റുള്ള 2 സുഹൃത്തുക്കൾ, ഈ 2 കുട്ടികളെ സാക്ഷികളാക്കിയാൽ കേസിന് കൂടുതൽ ബലം കിട്ടുമെന്നാണ് പോലീസിന് ലഭിച്ച ഉപദേശം. പ്രതികൾ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് മുതൽ കരുവാറ്റയിൽ എത്തുന്നതുവരെയുള്ള CCTV ദൃശ്യങ്ങളും പ്രതികൾ ഹരിപ്പാട്ടെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കരുവാറ്റയിലെ വീടിനടുത്ത് എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ, തട്ടുകടയിലെ ജീവനക്കാർ, പെൺകുട്ടിയുടെ കരുവാറ്റയിലുള്ള സുഹൃത്തുക്കൾ എന്നിവരുടെ എല്ലാം മൊഴിയെടുക്കും.
കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ശേഖരിച്ച വിരലടയാളങ്ങൾ കേസിൽ അറസ്റ്റിലായ 3 ആൺകുട്ടികളുടേതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ് ഈ പ്രതികൾ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ ഫോണുകൾ എന്ന് പറയുന്നത്. കാരണം പലതരത്തിലുള്ള ഗൂഢാലോചനകളും സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ വാദിക്കുന്ന സമയത്ത് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പലതരത്തിലുള്ള മെസ്സേജുകളും ഇതുമായി ബന്ധപ്പെട്ടവർ പദ്ധതി തയ്യാറാക്കുന്നതും എല്ലാം ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകളുടെ രൂപത്തിൽ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏതായാലും പെൺകുട്ടി മാറ്റി മാറ്റി മൊഴി പറയുന്നതാണ് ഇപ്പോൾ ആകെ കുഴയ്ക്കുന്നത്. ഏതായാലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടക്കം നേതൃത്വത്തിലാണ് പെൺകുട്ടിയെ അടുത്തതായിട്ട് പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. കൃത്യമായിട്ട് ആ പെൺകുട്ടിയുടെ മാനസിക നിലയും മാനസിക സമ്മർദ്ദവും മനസ്സിലാക്കി ആ പെൺകുട്ടി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കാനായിരിക്കും ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഏതായാലും കുട്ടികൾ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും സമൂഹത്തിൽ അവരെ മാറ്റി നിർത്തുമ്പോഴും അവർക്ക് എത്രത്തോളം ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, കുട്ടികളല്ലേ എന്ന് പലപ്പോഴും പറയുന്ന ആ ഒരു സ്ഥാനത്താണ് ഈ കൗമാരക്കാർ ഇത്തരത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കി ഇത്തരത്തിലൊരു പ്ലാൻ നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് ഒരു വയോധികനെ കൊന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. കൗമാരക്കാരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ മനോഭാവം നമ്മുടെ നാളെ തകർക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ഏതായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കാനുള്ള തിരക്കിലാണ് പോലീസും.